നവംബർ 30 വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹ. ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ അന്ത്രയോസ് ശ്ലീഹ വിശുദ്ധ പത്രോസിൻ്റെ സഹോദരനാണ്. യോനായുടെ പുത്രനായ അന്ത്രയോസ് ഗലീലയിലെ ബെത്സയിദായിൽ ജനിച്ചു. അന്ത്രയോസും സഹോദരൻ ശിമിയോൻ പത്രോസും ഗലീലി കടലിലെ മീൻപിടുത്തക്കാർ ആയിരുന്നു. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ പ്രസംഗിക്കാൻ ആരംഭിച്ചു. സ്നാപകൻ്റെ പ്രസംഗം കേൾക്കുന്നതിനായി പത്രോസും അന്ത്രയോസും യോഹന്നാനും ഗലീലിയിൽ നിന്നും 80 മൈൽ അകലെയുള്ള യൂദയായിൽ എത്തി. പ്രസംഗം കേൾക്കുക മാത്രമല്ല, അവർ സ്നാപകൻ്റെ ശിഷ്യന്മാർ ആവുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങളിൽ സ്നാപകൻ്റെ 2 ശിഷ്യരെയും ഈശോയെയും പത്രോസിനെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ യൂദയായിലായിരുന്നു. സ്നാപകൻ്റെ 2 ശിഷ്യരിൽ ഒരാൾ അന്ത്രയോസും മറ്റേയാൾ യോഹന്നാൻ ശ്ലീഹായുമാണ് എന്നാണ് പാരമ്പര്യ വിശ്വാസം. ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നാപകൻ അന്ത്രയോസിനോടും യോഹന്നാനോടും പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ അവർ 2 പേരും ഈശോയെ അനുഗമിച്ചു. അവർ ഒരു ദിവസം ഈശോയോടൊപ്പം താമസിച്ചു. ആ കണ്ടുമുട്ടലിലൂടെ അന്ത്രയോസ് ഒരു സത്യം തിരിച്ചറിഞ്ഞു. യഹൂദർ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന മിശിഹായാണ് ഈശോ. അടുത്ത ദിവസം അന്ത്രയോസ് സഹോദരനായ പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടു. തുടർന്ന് ഈശോയുടെ അടുക്കലേക്ക് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് അന്ത്രയോസാണ്. പിന്നീട് ഗലീലി കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ത്രയോസിനെയും പത്രോസിനെയും ഈശോ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത്. ഗലീലി കടലിൻ്റെ വടക്കേ അറ്റത്തുള്ള മീൻപിടുത്തക്കാർ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമായ കഫർനാമിലാണ് പത്രോസും അന്ത്രയോസും ആ സമയത്ത് താമസിച്ചിരുന്നത്. ഒരു ദിവസം ഈശോ സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. പനി പിടിച്ചു കിടന്ന ശിമയോൻ പത്രോസിൻ്റെ അമ്മായിയമ്മയെ ഈശോ സുഖപ്പെടുത്തി. കഫർനാമിലെ ആ ഭവനം പിന്നീട് ഈശോയുടെ ഗലീലിയിലെ ശുശ്രൂഷയുടെ പ്രധാന കേന്ദ്രമായി മാറി. 5 അപ്പവും 2 മീനും കൈവശമുള്ള കുട്ടിയെക്കുറിച്ച് ഈശോയോട് പറയുന്ന അന്ത്രയോസിനെ തുടർന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. ഈശോയെ കാണാൻ ആഗ്രഹിച്ച് എത്തിയ ഗ്രീക്കുകാരെ ഈശോയുടെ അടുക്കൽ എത്തിക്കുന്നതും അന്ത്രയോസാണ്. 12 അപ്പസ്തോലന്മാരിൽ ഒരു പ്രധാന സ്ഥാനം അന്ത്രയോസ് ശ്ലീഹായിക്ക് ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സഞ്ചാരിയായ അപ്പസ്തോലൻ എന്നാണ് അന്ത്രയോസ് ശ്ലീഹ അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം ഒരു സ്ഥലത്തും കൂടുതൽ കാലം സ്ഥിരമായി താമസിച്ചിട്ടില്ല. എന്നാൽ തൻ്റെ പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം മറ്റ് അപ്പസ്തോലന്മാരെക്കാൾ കൂടുതൽ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. പെന്തക്കോസ്തായ്ക്ക് ശേഷം 4 വർഷത്തോളം യൂദയായിലും ജെറുസലേമിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അന്ത്രയോസ് ശ്ലീഹ അനേകരെ മാനസാന്തരപ്പെടുത്തി. തുടർന്ന് ഏഷ്യ മൈനറിൻ്റെ തീരത്തുകൂടി യാത്ര ചെയ്ത അദ്ദേഹം ഗ്രീക്ക് കച്ചവട കേന്ദ്രങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അപകടത്തെ തുടർന്ന് ശരീരം തളർന്നുപോയ ഒരു ഭരണാധികാരിയുടെ മകനെ സുഖപ്പെടുത്തിയതാണ് ആ പ്രദേശത്ത് വിശുദ്ധം ചെയ്ത പ്രധാന അത്ഭുതം. അതോടെ അന്ത്രയോസ് ശ്ലീഹായിക്ക് പ്രസംഗിക്കുവാനായി ഭരണാധികാരി തൻ്റെ ഭവനം തുറന്നുകൊടുത്തു. കച്ചവടക്കാരിലൂടെ ഈ വാർത്തകൾ എല്ലായിടത്തും എത്തുകയും ചെയ്തു. ക്രിസ്തുവർഷം 40 മുതൽ 50 വരെ ശ്ലീഹ പോണ്ടസിലൂടെയും കപ്പദോച്യയിലൂടെയും യാത്ര ചെയ്യുകയും അവിടെയുള്ള ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന യഹൂദരെയും വിജാതീയരെയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. കപ്പദോച്യയിൽ പകർച്ചവ്യാധി ബാധിച്ച അനേകരെ അദ്ദേഹം സുഖപ്പെടുത്തി. തുടർന്ന് അവരെല്ലാം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. തുടർന്ന് യൂറോപ്പിൻ്റെ പ്രവേശന കവാടമായ ത്രേസിലെത്തിയ അന്ത്രയോസ് ശ്ലീഹ അവിടെയുള്ള സമുദ്രതീരത്തുള്ള നഗരങ്ങളിൽ പ്രസംഗിച്ചു. ബൈസൻസിയത്തിൽ എത്തിയ ശ്ലീഹ സ്താക്കീസിനെ അവിടുത്തെ മെത്രാനായി നിയമിച്ചു. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസിൻ്റെ ആസ്ഥാനമായി മാറിയത് ആ പ്രദേശമാണ്. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ പാശ്ചാത്യ സഭയ്ക്കും സഹോദരൻ അന്ത്രയോസ് ശ്ലീഹ
പൗരസ്ത്യ സഭയ്ക്കും അടിസ്ഥാനമിട്ടു എന്ന് പറയാറുണ്ട്. അവിടെ നിന്നാണ് ക്രീമിയായിലേക്കും നീപ്പർ നദിയുടെ തീരപ്രദേശത്തേക്കുമുള്ള അന്ത്രയോസ് ശ്ലീഹായുടെ ഏറ്റവും കഠിനമായ പ്രേക്ഷിതയാത്ര. കപ്പൽ വലിയ കൊടുങ്കാറ്റിൽ അകപ്പെടുകയും ശ്ലീഹായുടെ പ്രാർത്ഥനയാൽ കടൽ ശാന്തമാവുകയും ചെയ്ത സംഭവം വളരെ പ്രസിദ്ധമാണ്. തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. മൃഗീയ സ്വഭാവക്കാരും നരഭോജികളുമായ സ്കീതിയൻകാരോട് ശ്ലീഹ സുവിശേഷം പ്രസംഗിക്കുകയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. അന്ത്രയോസ് ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അവസാന കാലം ഗ്രീസിൽ ആയിരുന്നു. അവിടെ എഫേസൂസിലും കോറിന്തിലും പെത്രാസിലും അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. പെത്രാസിൽ കൂടുതൽ കാലം താമസിച്ച ശ്ലീഹ അവിടെയുള്ള യഹൂദരെയും ഗ്രീക്കുകാരെയും മാനസാന്തരപ്പെടുത്തി. റോമൻ അധികാരിയായ ഏജിയറ്റ്സിൻ്റെ ഭാര്യയുടെ കഠിനമായ രോഗം ശ്ലീഹ സുഖപ്പെടുത്തി. തുടർന്ന് ആ പ്രദേശത്ത് അനേകം ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ഇതിൽ കോപാകുലരായ അധികാരികൾ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും എക്സ് ആകൃതിയിലുള്ള കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. 2 ദിവസത്തോളം കുരിശിൽ കിടന്ന ശ്ലീഹ അവിടെ എത്തിയ എല്ലാവരോടും സുവിശേഷം പ്രസംഗിച്ചു. ശ്ലീഹ കുരിശിൽ കിടക്കുന്ന സമയത്ത് തന്നെ നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും അവിടെ സംഭവിച്ചു. 2 ദിവസം കൊണ്ട് അനേകർ മാനസാന്തരപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയം ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹം തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുകയും സ്വർഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. വിശുദ്ധൻ്റെ ശരീരം അവിടെ തന്നെ സംസ്കരിച്ചു. ക്രിസ്തുവർഷം 361 കോൺസ്റ്റന്റിയോസ് 2-ാമൻ ചക്രവർത്തി അന്ത്രയോസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുപോയി.